ദാമ്പത്യം. രചന അവതരണം മൈഥിലി മിത്ര. ഭാഗം 25. അതുകൊണ്ട് തന്നെ ചുണ്ടിലൊരു പുഞ്ചിരിയും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ആദി തത്തക്കുഞ്ഞിനെയും കൊണ്ട് മുറിയുടെ അകത്തേക്ക് കയറിയത് തന്നെ. മുത്തശ്ശി, ഉള്ളിലേക്ക് കാലെടുത്തവൻ വെച്ചില്ല. അതിനു മുൻപേ തന്നെ കുഞ്ഞിപ്പെണ്ണ് മഹർഷിയുടെ ദേഹത്തു നിന്നും ചാടി ഇറങ്ങി രാധ കിടക്കുന്ന കട്ടിലിലേക്ക് ചാടി കയറിയിരുന്നു. ദേവികയെ ഒന്ന് പാളി നോക്കിയതിന് ശേഷം മുറിയിൽ കിടന്ന സെറ്റിയിലേക്കായി അവനും ഇരുന്നു. മോളെ മെല്ലെ, മുത്തശ്ശിയുടെ കാല് വയ്യാത്തതാ. ബെഡിലിരിക്കുന്ന ദേവിക പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചിത്തിരി മാറ്റിയിരുത്തി. ആദിയെ പെട്ടെന്ന് അവിടെ കണ്ടതുകൊണ്ടാവാം അവൾ ഉടനെ തന്നെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അകന്നു മാറി നിന്നത്. കണ്ടമ്മേ. അവരുടെ കാല് താക്കാതെ നോക്കിക്കൊണ്ട് തത്തമ്മ നീങ്ങി നിറങ്ങി രാധയുടെ മുൻപിൽ ചെന്ന് മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് അവരുടെ കഴുത്തിലൂടെ ഇരു കൈകളും ചുറ്റിയിട്ട് ആ മുഖം നിറയെ കുഞ്ഞിച്ചുണ്ടുകൾ പതിപ്പിച്ചു. മുത്തശ്ശിയുടെ തത്തക്കുഞ്ഞ് ഇത്രയും നേരം എവിടെയായിരുന്നു? അവളുടെ വീർത്തുരുണ്ട കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് തത്തയെ അവർ പുന്നാരിച്ചു. ഞാനേ മർഷിയുടെ കൂടെ കളിക്കായിരുന്നു മോളിൽ. അവൾ കുണുങ്ങി കുണുങ്ങി ചിരിച്ചു കാട്ടിക്കൊണ്ട് പറഞ്ഞു. ആണോ? എന്നിട്ട് എവിടെ നിന്റെ വാല്? അവരുടെ പിന്നാലെ പതിവായി വാലാട്ടിക്കൊണ്ട് നടക്കാറുള്ള ഫ്രൂട്ടിയെ കാണാഞ്ഞിട്ട് രാധ തിരക്കി. അവളേ പെടിഗി കഴിക്കുക. രാധയുടെ അരികിലായി ഇരുന്നു കൊണ്ട് അവരുടെ ദേഹത്തേക്ക് ചാരി പെണ്ണ്. ആണോ ടീച്ചക്കരെ? അവരാ കുഞ്ഞിൻ്റെ നെറുകയിലൊന്ന് തഴുകി വിട്ടു. മറുപടിയായി കുഞ്ഞി പെണ്ണവൾ രാധയുടെ ദേഹത്തേക്ക് ഒന്നും കൂടി ഒട്ടിയിരുന്നു. എന്തേ എൻ്റെ കുഞ്ഞിനൊരു കള്ള ലക്ഷണം? ഇടയ്ക്കിടയ്ക്ക് കണ്ണ് പിറുപിറ അടച്ചും തുറന്നും ആദിയെയും ദേവികയെയും മാറി മാറി നോക്കുന്ന തത്തയെ കണ്ടതും അവർക്ക് എന്തുകൊണ്ടോ ഒരു കള്ളത്തരം മണത്തു. അതുണ്ടല്ലോ മുത്തശ്ശിയെ, എനിക്കുണ്ടല്ലോ. അവരുടെ സാരിത്തുമ്പ് പിരിച്ചുകൊണ്ട് എന്തോ പറയുവാനായി ബന്ധപ്പെടുന്ന തത്തക്കുഞ്ഞിനെ കണ്ടപ്പോൾ ആദി ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ചിരിച്ചു പോയിരുന്നു. പക്ഷേ മകളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടതും ദേവിയുടെ മുഖം മാത്രം സംശയത്താൽ ചുളിഞ്ഞു. എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതാണെന്ന് ഇതിനോടകം തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. പറഞ്ഞോ, വേഗം പറഞ്ഞോ. എന്താ എൻ്റെ തത്തക്കുട്ടിക്ക് പറയാനുള്ളത്? അരികിലായിരിക്കുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചവർ. എനിക്ക് ഇച്ചിരി ഐസ്ക്രീം തിന്നാൻ തോന്നുക മുത്തശ്ശി. അമ്മയോട് പറഞ്ഞ് ഇച്ചിരി പെർമിഷൻ മേടിച്ചു തരുമോ? മുഖത്ത് പരമാവധി നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അവൾ ഒടിക്കണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഐസ്ക്രീമോ? അതും ഈ നേരം ഇരുട്ടിയ സമയത്തോ? ആദ്യം അത് ചോദിച്ചത് ദേവികയായിരുന്നു. മോൾക്ക് തിന്നാൻ തോന്നിയിട്ടല്ലേ അമ്മേ? പെണ്ണിൻ്റെ മുഖത്തപ്പോൾ നിഷ്കളങ്കത അപ്പാടെ മാറി അവിടെ ദയനീയത അളവിൽ കൂടുതൽ വന്നു നിറഞ്ഞു. മോൾ ഒന്ന് തിന്നേണ്ടിയാ. 2 ദിവസം ആശുപത്രി പനിച്ചു വരച്ച് കിടന്നത്. പനി കുറഞ്ഞിട്ട് 2 ദിവസം പോലും ആയില്ലല്ലോ. അതിനു മുൻപേ തന്നെ അടുത്തത് ഉണ്ടാക്കി വെക്കാനാണോ നിന്റെ തീരുമാനം? മെല്ലെയെങ്കിലും ഇത്തിരി ഗൗരവത്തോടു കൂടിയാണ് ദേവിക അവളെ ശാസിച്ചത്. ആദ്യം അവിടെ ഇരിക്കുന്നുണ്ടെന്ന കാര്യം പോലും ഒരു നിമിഷത്തേക്ക് അവൾ മറന്നുപോയിരുന്നു. മുത്തശ്ശി. അമ്മയുടെ കണ്ണുരുട്ടൽ കണ്ടതും കുഞ്ഞിപ്പെണ്ണ് രാധയുടെ ദേഹത്തേക്ക് ഒന്നും കൂടി ചാഞ്ഞു. അമ്മ പറഞ്ഞത് കേൾക്കും മോളെ. പനി ഇപ്പോൾ ഒന്ന് കുറഞ്ഞതല്ലേ ഉള്ളൂ. കുറച്ച് നാളത്തേക്ക് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഐസ്ക്രീം ഒന്നും തിന്നണ്ട. അവരും കൂടെ ദേവിയെ പിന്താങ്ങിക്കൊണ്ട് സംസാരിച്ചതും തത്തയുടെ മുഖം കടന്നൽ കുത്തേറ്റതുപോലെ വീർത്തുരുണ്ടു വന്നു. മർഷി. ആ വിളിയിലുണ്ടായിരുന്നു അവളുടെ സങ്കടങ്ങൾ. അത് പിന്നെ അവളെ വെറുതെ കരയിക്കേണ്ട. ചെറിയൊരു കപ്പ് വാങ്ങിക്കൊടുത്താലൊന്നും സംഭവിക്കത്തില്ല. കണ്ണുകൾ നിറച്ചു പിടിച്ചുകൊണ്ട് വാശിയോടെ ഇരിക്കുന്നവളെ കണ്ടപ്പോൾ ആദിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ തൊട്ടരികിൽ നിൽക്കുന്ന ദേവികയെ പ്രതീക്ഷയോടെ ഒന്ന് നോക്കി. അത് പിന്നെ മോൾക്ക് പനി പിടിച്ചാലോ എന്നോർത്താം. അവൾ ശബ്ദം പരമാവധി കുറച്ചുകൊണ്ട് മെല്ലെ മറുപടി നൽകി. വെറുതെ കരയിക്കേണ്ട കുഞ്ഞിനെ. ചെറുതൊരെണ്ണം വാങ്ങിക്കൊടുത്തേക്ക്. തത്തയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടന്ന് കവളിലേക്ക് വീഴുന്നത് കണ്ടതും രാധ വെപ്രാളത്തോടെ പറഞ്ഞുപോയി. കുഞ്ഞിനെ കരയിപ്പിക്കാൻ ഇഷ്ടമില്ലാതെ ഇരുന്ന അവളുടെ അമ്മയ്ക്ക് ഒടുക്കുക അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. ശരിക്കും? ദേവികയുടെ സമ്മതം കിട്ടിയതും നോടിയുടെ തത്തമ്മയുടെ സ്വഭാവം മാറി. ആ കുഞ്ഞു കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് ബെഡിൽ നിന്നും ചാടി ഇറങ്ങി ദേവികയുടെ ചുരിദാർ തുമ്പിൽ തൂങ്ങി നിന്നുകൊണ്ട് ആശ്ചര്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ചെറുതു മാത്രമേ കഴിക്കാവൂ.
ദേവിക പറഞ്ഞ് നാവെടുത്ത് അകത്തിട്ടില്ല. അതിനു മുൻപേ തന്നെ അവളുടെ വയറിന് മുകളിൽ എത്തിക്കൊത്തി നിന്ന് ഒരു ഉമ്മയും കൊടുത്തിട്ട് ആദിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് പാഞ്ഞു. കുറുമ്പി, എന്ത് വാശിയാ പെണ്ണിന്! അവർ പോയ വഴിയെ നോക്കിക്കൊണ്ട് രാധമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇതിപ്പോൾ എല്ലാവരും കൂടി കൊഞ്ചിക്കാനുണ്ടായോണ്ട. നേരത്തെ ഇങ്ങനത്തെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല രാധമ്മേ. ദേവിക അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു കൊണ്ട് പരിഭവത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു. കുഞ്ഞുങ്ങൾ അങ്ങനെയാ ദേവി. അവരെ സ്നേഹിക്കാനും കളിപ്പിക്കാനും ചുറ്റും ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ അത് അവരുടെ ലോകവാ. കുറുമ്പും കുസൃതിയും വാശിയും ഒക്കെ സ്വന്തമെന്ന് കരുതുന്ന ആൾക്കാരോട് മാത്രമേ അവർ കാണിക്കൂ. രാധ അത് പറഞ്ഞതും അംഗീകരിക്കുന്ന രീതിയിൽ അവളും തലയാട്ടി. അപ്പോഴേക്കും കേട്ടിരുന്നു മുറ്റത്തു നിന്നും അകന്നു പോകുന്ന ആദിയുടെ ബുള്ളറ്റിൻ്റെ കുടുകുടാ ശബ്ദം. അതെ, ഒന്നെന്ന് പറഞ്ഞിട്ടിപ്പോൾ രണ്ടായി. മാഡത്തിന് വല്ലതും ഓർമ്മയുണ്ടോ? ഐസ്ക്രീം പാർലറിൻ്റെ ടേബിളിന് മുകളിലിരിക്കുന്ന 2 ഐസ്ക്രീം കപ്പുകൾ കണ്ടതും ആദ്യ കുഞ്ഞിപ്പെണ്ണിനെ ഓർമ്മിപ്പിച്ചു. ഓ, ഓർമ്മയുണ്ട്. ഇതെല്ലാം കുഞ്ഞി ഐസ്ക്രീം അല്ലേ മർഷി? വലുതല്ലല്ലോ. രണ്ടാമത്തെ കപ്പിലെ അവസാന തുള്ളിയും വുഡൻ സ്പൂൺ കൊണ്ട് കോരി കുടിച്ചിട്ട് അവനെ നോക്കി മയക്കുന്ന ഒരു ചിരി ചിരിച്ചു കുഞ്ഞിപ്പെണ്ണ്. ബാബാം, ഇനി മതി. ഒന്നിനു പകരം 2 നീ അകത്താക്കിയ കാരണം നിന്റെ അമ്മ അറിയണം. അന്നത്തോടെ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. അവളുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ അവശിഷ്ടങ്ങൾ കയ്യിലിരുന്ന തൂവാല കൊണ്ട് തുടച്ചു മാറ്റിയവൻ ശേഷം ബില്ലടച്ചിട്ട് അവളെയും കൊണ്ട് പാർലറിൻ്റെ പുറത്തേക്കിറങ്ങി. മർഷി, നമ്മൾ ഇന്ന് ഇവിടെ വരുമോ? ബുള്ളറ്റിൻ്റെ ടാങ്ങിന് മുകളിൽ കയറിയിരുന്നിട്ട് പിന്നിലിരിക്കുന്നവനെ തലതിരിച്ച് നോക്കി പെണ്ണ്. മിണ്ടാതിരിക്കെൻ്റെ കുരുട്ടെ, നിന്നെയുണ്ടല്ലോ ഞാൻ. നെഞ്ചിൽ ചാരിയിരിക്കുന്നവളുടെ ഉണ്ടക്കവളിൽ മെല്ലെ ഒരു കടി കൊടുത്തിട്ട് ആദ്യ തൻ്റെ പടക്കുതിരയെ മുന്നോട്ടേക്ക് പായിച്ചു. അത് ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് വീട് ലക്ഷ്യമാക്കി ഓടുമ്പോൾ എന്തൊക്കെയോ വെട്ടിപ്പിടിച്ച ഭാവങ്ങളായിരുന്നു തത്തമ്മയുടെ മുഖത്തപ്പോൾ. ആദ്യമായിട്ടുള്ള ബൈക്ക് റൈഡ് അവളെ അത്രയ്ക്കും ഹരം പിടിപ്പിച്ചിരുന്നു എന്ന് വേണം പറയുവാൻ. വാതോരാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നവളുടെ ഒരു നല്ല കേൾവിക്കാരനായി മഹർഷി അപ്പോഴേക്കും മാറിയിരുന്നു. കാവുമ്പാട്ട് വീടിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് വണ്ടി കയറുമ്പോൾ നേരം പതിവിലും കൂടുതൽ ഇരുട്ടിയിരുന്നു. ഗസ്റ്റ് ഹൗസിൻ്റെ മുൻപിലായുള്ള സിറ്റൗട്ടിലെ കസേരയിൽ അവർക്കായി കാത്തിരുന്ന ദേവികയെ കണ്ടതും അവൻ്റെ ബുള്ളറ്റ് അവിടേക്കാണ് ചെന്ന് നിന്നത്. പോയി കിടന്നുറങ്ങടി തത്തമ്മേ. അവളെ വണ്ടിയുടെ ടാങ്കിന് മുകളിൽ നിന്നും എടുത്ത് താഴേക്ക് ഇറക്കി നിർത്തുമ്പോൾ ദേവിക എഴുന്നേറ്റ് സിറ്റൗട്ടിൻ്റെ പടികൾ കയറി ഇറങ്ങി വന്ന് നിന്നിരുന്നു. മർഷി വരുന്നില്ലേ? നിന്നിടത്തു നിന്ന് ഒരടി പോലും നീങ്ങാതെ കുഞ്ഞിപ്പെണ്ണ് പൊടുന്നനെ അവനോട് ചോദിച്ചു. എങ്ങോട്ട്? വണ്ടിയുടെ മുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് അവൻ കണ്ണും മിഴിച്ച് അവളെ ഉറ്റുനോക്കി. കാരണം ദേവികയുടെ മുൻപിൽ വെച്ചുള്ള കുഞ്ഞിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ആ ചോദ്യം അവനെ ഒട്ടൊന്നുമല്ല പരിഭ്രാന്തപ്പെടുത്തിയത്. മർഷി ഇന്നെൻ്റെ കൂടെയല്ലേ കിടക്കുന്നേ? താൻ വൈകിട്ട് പറഞ്ഞ കാര്യം മറന്നോ എന്ന രീതിയിൽ തത്തമ്മ അവനെ ശാസനയോടെ നോക്കി. അല്ല, അത് പിന്നെ. വെപ്രാളത്തോടെ ആദ്യപ്പോൾ നോക്കിയത് ഒരു ഞെട്ടലോടെ തന്നെയും ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ദേവികയെ ആയിരുന്നു. അനുമോയുടെ കാര്യം വല്ലതും നിങ്ങൾ തീരുമാനിച്ചോ? അത്താരം കഴിക്കുവാൻ വേണ്ടി എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിന് ചുറ്റും വട്ടം കൂടി ഇരുന്നപ്പോഴാണ് ദമയന്തി മകളുടെ കാര്യം ഭർത്താവിന് മുൻപിൽ എടുത്തിട്ടത്. അനാമികയുടെ ഏത് കാര്യമാ? മുൻപിലിരുന്ന് കഴിക്കുന്ന മൂത്ത മകളെ ഒന്നിരുത്തി നോക്കിയതിന് ശേഷം മധു ഒന്നും അറിയാത്തതുപോലെ തിരക്കി. അവളും ആദ്യം തമ്മിലുള്ള കല്യാണക്കാര്യം അല്ലാതെന്താ? അവർ അതും കൂടി പറഞ്ഞുകൊണ്ട് ഇത്തിരി കഞ്ഞി കൂടി കോരി അയാളുടെ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതൊരു വട്ടം മുമ്പ് കഴിഞ്ഞല്ലേ, ഇനി അതിനെക്കുറിച്ച് എന്തിനാ ആലോചിക്കുന്നേ? മധുവിൻ്റെ ശബ്ദം പതിവിൽ കൂടുതൽ ഉയർന്നതും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അനാമികയും ജീനയും ഒരുപോലെ ഞെട്ടിപ്പോയിരുന്നു. അവർ കാര്യം അറിയാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ശ്വേത മാത്രം അവളുടെ പ്ലേറ്റിലുള്ള ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഏട്ടൻ എന്തിനാ ഇപ്പോഴിങ്ങനെ പറയുന്നേ? കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോൾ സമ്മതിച്ചതായിരുന്നല്ലോ. മധുവിൻ്റെ പെട്ടെന്നുള്ള ദേഷ്യപ്പെടലിൽ ദമയന്തി ഒന്ന് പതറിപ്പോയിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് സമ്മതിച്ചല്ലോ ദമയന്തി, നീ അത് എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തതല്ലേ? അയാൾ വീണ്ടും കലിപ്പോടെ അവരെ ചെറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത്? നിങ്ങൾക്ക് പറ്റത്തില്ലേ? വേണ്ട, എൻ്റെ മോളുടെ കാര്യമല്ലേ, ഞാൻ തന്നെ പോയി എൻ്റെ വിശ്വേട്ടനോട് സംസാരിച്ചോളാം, അവർ കട്ടായം പറഞ്ഞു. ഇവിടെ നിന്നാരും അങ്ങോട്ട് പോകുന്നുമില്ല, കല്യാണക്കാരൻ സംസാരിക്കുന്നുമില്ല. ദേഷ്യത്തോടെ
ഭാര്യയും മക്കളെയും ഒന്ന് നോക്കിയിട്ട് അയാൾ തൻ്റെ കഴിപ്പ് വീണ്ടും തുടർന്നു. അതെന്താ അങ്ങനെ? ദമയന്തിക്കത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതങ്ങനെയാ. ഇവിടുന്ന് ആരും ഇനി അനാമികയുടെ കാര്യവും പറഞ്ഞ് കാവുംപാട്ടെ പടി ചവിട്ടിയേക്കരുത്. അങ്ങനെ പോകുന്നവർ അവിടെ തന്നെ കിടന്നോണം. പിന്നീട് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കരുത്. ഗൗരവത്തോടെ അത്രയും പറഞ്ഞിട്ട് അയാൾ കഴിപ്പ് നിർത്തി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ദമയന്തി അയാളുടെ പ്രവൃത്തിയിൽ നെറ്റി ചുളിച്ചുകൊണ്ട് അനാമികയും ജീനയും മാറി മാറി നോക്കി, കാര്യമൊന്നും മനസ്സിലാവാത്തതുപോലെ. പിന്നെ ഒരു കാര്യം കൂടി. സിങ്കിനരികിൽ ചെന്ന് കൈ കഴുകിയതിന് ശേഷം വീണ്ടും മധു അവർക്കരികിലേക്കായി ഒരിക്കൽ കൂടി ചെന്നു. എന്താ അങ്കിളെ? മധുവിൻ്റെ നോട്ടം തന്നിലേക്കാണെന്ന് മനസ്സിലായതും ജീന പൊടുന്നനെ കഴിപ്പ് നിർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി. ജീന ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നാളുകളായില്ലേ? അയാൾ ചോദിച്ചു. അതെ അങ്കിളെ, 2-3 ആഴ്ച കഴിഞ്ഞു. അവൾ പറഞ്ഞുകൊണ്ട് തല കുലുക്കി. ഇവിടെ വന്നപ്പോൾ നിന്റെ കൈ മുറിഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നീടൊന്നും ചോദിക്കാതിരുന്നത്. അയാൾ എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നത് പോലെ ജീനയുടെ ഇടത്തെ കൈയിലെ മുറിവിൻ്റെ കറുത്ത പാടിലേക്ക് സൂക്ഷിച്ചു നോക്കി, ഒട്ടൊരു സംശയത്തോടെ. അയാൾ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയിൽ അവളിൽ എന്തിനോ വേണ്ടി ആശങ്ക ഉണർന്നു. ബാംഗ്ലൂരിൽ സ്വന്തമായ ഒരു കമ്പനിയൊക്കെ ഉള്ളതല്ലേ ജീനയ്ക്ക്? ഇങ്ങനെ കുറേ നാളുകളൊക്കെ അവിടം വിട്ടു നിന്നാൽ അതൊക്കെ ശരിയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ? വളരെ കാര്യഗൗരവത്തോടു കൂടി അയാൾ ചോദിച്ചു. അതൊക്കെ അവിടുത്തെ മാനേജരോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ഒന്ന് പതറിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് ജീന ഉത്തരം നൽകി. എത്രയൊക്കെ മറ്റാരെങ്കിലും നോക്കിയാലും നമ്മുടെ കമ്പനി നമ്മൾ നോക്കുന്ന പോലെ പറ്റുമോ? അതൊന്നും പറ്റത്തില്ലെങ്കിൽ അടുത്ത ആഴ്ച പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം, അവൾ ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു. അതാരാ ജീന ഈ ഞങ്ങൾ? മധു പൊടുന്നനെ തിരക്കി. ഞാനും അനുവും. അവളും അവിടെ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്? ആ, അത് ശരിയാണ്. എങ്കിൽ ജീന ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച ടിക്കറ്റ് എടുത്ത് ജീന ഇവിടുന്ന് പോയിക്കോളൂ. അനുവിനെ ഞങ്ങൾ കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിട്ടോളാം. മധു എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവളെ നോക്കി. അതെന്താ അങ്കിളെ അങ്ങനെ? ഞാനും അനുവും കൂടെ ഒരുമിച്ചല്ലേ വന്നത്? അപ്പോൾ തിരിച്ചു പോകുന്നത് ഒരുമിച്ചാവണമെന്നാ തീരുമാനം. ജീന അയാളുടെ പതിവില്ലാത്ത സംസാരം കേട്ട് ആശങ്കയിൽ ആഴ്ന്നുപോയി. ആരുടെ തീരുമാനം? നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ തീരുമാനമാണോ ജീന ഇപ്പോൾ പറഞ്ഞത്? എങ്കിൽ അതവിടെ നിൽക്കട്ടെ. ആദ്യം ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ നോക്ക്. അയാൾ എല്ലാവരെയും ഒന്നും കൂടി നോക്കിയിട്ട് പോകുവാനായി തിരിഞ്ഞു. അല്ലേട്ടാ, ഇത്രയൊക്കെ പറയാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? ദമയന്തി അയാളെ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. ദമയന്തി, ഇത്രയും നാളും കാര്യങ്ങളൊക്കെ നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചു. ഇനി കുറച്ചുനാൾ ഞാനൊന്ന് തീരുമാനിക്കട്ടെ. ഇതേ ചൊല്ലി നമ്മൾ തമ്മിൽ ഇനി ഒരു സംസാരം വേണ്ട. അത് ശരിയാവില്ല. അവസാനമായി അത്രയും പറഞ്ഞിട്ട് അയാൾ തിരിച്ചു നടന്നു. അനാമിക അവളുടെ സാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം അമ്മയെപ്പോലും പൊട്ടൻ കളിപ്പിക്കുകയാണല്ലോ എന്ന ചിന്തയിൽ അയാളുടെ ഉള്ളം പുകഞ്ഞു പോയിരുന്നു. തന്നോട് എപ്പോഴും ഉള്ളതുപോലെയുള്ള പേടിയോടെയുള്ളൊരു ഭാവമല്ലായിരുന്നു അവൻ അവളുടെ മുഖത്ത് കാണുവാനായി സാധിച്ചത്. പകരം ദേഷ്യമോ നിസ്സഹായതയോ സങ്കടമോ ഒക്കെ കൂടിക്കലർന്ന വേറൊരു മുഖഭാവം. ദേവിക തന്നെ ഇനി തെറ്റിദ്ധരിക്കുമോ എന്നൊരു പേടിയായിരുന്നു മഹർഷിയുടെ മനസ്സിനുള്ളിൽ കിടന്ന് ചുറ്റിക്കറങ്ങിയത്. അല്ല, അത് പിന്നെ ഇന്ന് ഞാൻ വരുന്നില്ല, പിന്നൊരിക്കൽ വരാം. അവൻ തപ്പി തടഞ്ഞുകൊണ്ട് കുഞ്ഞിനോട് എങ്ങനെയൊക്കെയോ പറഞ്ഞു. അതോടൊപ്പം തന്നെ ദേവികയെ ഒന്ന് കണ്ണിട്ട് പാളി നോക്കുവാനും മറന്നില്ലവൻ. അത് പറ്റത്തില്ല, മഷി പുന്നൻ പറഞ്ഞതാ ഇന്നെൻ്റെ കൂടെ കിടക്കാമെന്ന്. അവൾ ചുണ്ട് കൂർപ്പിച്ച് പിടിച്ചുകൊണ്ട് വീണ്ടും വാശി കാട്ടി. തത്തെ, ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ? ഇപ്പോൾ തന്നെ നേരെ ഇരുട്ടി. മകളുടെ വാശി അതിര് കടക്കുന്നു തോന്നിയതും ദേവിക അവൾക്കരികിലേക്ക് ചെന്ന് പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അല്ലമ്മേ, മഷി എന്നോടെയാ ഇന്ന് കിടക്കുന്നേ. എന്നോട് പറഞ്ഞതാ കിടക്കാമെന്ന്. എനിക്ക് മഷി വേണം. കുഞ്ഞു ചിണുങ്ങുവാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ തൻ്റെ കയ്യിലേക്ക് കോരിയെടുത്തു. മഷിയുടെ കൂടെ കിടക്കണം, എനിക്ക് മഷിയുടെ കൂടെ കിടക്കണം ഇന്ന്. അവൾ കയ്യും കാലും ഇട്ടടിച്ച് കരയുവാനായി തുടങ്ങിയപ്പോഴേക്കും ദേവിക ആകെ പെട്ടുപോയിരുന്നു. പഴയതുപോലെ തത്ത പനി പിടിപ്പിച്ച് വെക്കുമോ എന്നൊരു ഭയം പെണ്ണിൻ്റെ ഉള്ളിൽ ഉരുണ്ടുകൂടി. അതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തേക്ക് അവൾ മാറി ചിന്തിച്ചു പോയി. എങ്കിൽ മോള് പോയി കിടന്നോ, മോടെ മഷിയുടെ കൂടെ. എന്നിട്ട് രാവിലെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ മതി. അവളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയാതെ
ഒടുവിൽ ദേവിക പറഞ്ഞുപോയി. വേണ്ട. കരഞ്ഞുകൊണ്ട് തന്നെ പെണ്ണ് ഉടനടി മറുപടി പറഞ്ഞു. എന്നിട്ട് അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ഏങ്ങലടിച്ചു. വേണ്ടേ? പിന്നെന്തിനാ നീ വെറുതെ കരയുന്നേ? അവളുടെ വാശിയുടെ പിന്നിലുള്ള കാരണം മനസ്സിലാവാതെ ദേവിക ആകെ മടുത്തുപോയിരുന്നു. എനിക്ക് മർഷിയുടെ കൂടെ കിടക്കണം, കൂടെ എൻ്റെ അമ്മയും വേണം. പൊടുന്നനെയുള്ള കുഞ്ഞിൻ്റെ പറച്ചിലിൽ ദേവിക ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. മോൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ദേഷ്യത്തോടെ അവൾ ബുള്ളറ്റിൻ്റെ മുകളിലിരിക്കുന്ന ആദിയെ ഒന്ന് ചെറഞ്ഞു നോക്കി. അവൻ ആ പെണ്ണിൻ്റെ നോട്ടത്തെ താങ്ങാനാവാതില്ലാത്ത വണ്ണം വേറെങ്ങോട്ടേക്ക് കണ്ണുകൾ പായിച്ചിരുന്നു. അടി കൊള്ളാത്തതിൻ്റെ കുഴപ്പമാ. ദേവിക അതാരെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അവളുടെ നോട്ടം കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്കായിരുന്നുവെങ്കിലും ഉദ്ദേശം തന്നെയാണോ എന്ന് ആദ്യം ഒരു നിമിഷം മനസ്സിൽ ചിന്തിച്ചു പോയി. അമ്മേ, മഷി വേണം അമ്മേ. കുഞ്ഞു വീണ്ടും കാറിപ്പൊളിക്കുവാനായി തുടങ്ങിയപ്പോഴേക്കും അവൾ ആദിയെ ഒരു വട്ടം കൂടി ഒന്ന് ഇരുത്തി നോക്കിയിട്ട് വീടിനുള്ളിലേക്ക് ദേഷ്യത്തോടെ പാഞ്ഞു കയറിപ്പോയി. ശേഷം ശക്തിയോടെ മുൻവാതിൽ അവൻ്റെ മുൻപിൽ കൊട്ടിയടച്ചു. ഛേ, ആകെപ്പാടെ നാണക്കേടായല്ലോ. ഇനിയിപ്പോൾ എങ്ങനെയാ പെണ്ണിൻ്റെ മുഖത്ത് ഞാനൊന്ന് നോക്കുന്നേ? അവനകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞിട്ടും 2-3 നിമിഷങ്ങൾ കൂടി അവൻ അവിടെ തന്നെ നിന്നു. ശേഷം വണ്ടി എടുത്തുകൊണ്ട് കാവുമ്പാട്ട് വീടിൻ്റെ പാർക്കിങ്ങിലേക്ക് ഓടിച്ചുപോയി. അപ്പോഴും ഗസ്റ്റ് ഹൗസിൽ നിന്നും ഉച്ചത്തിൽ കേൾക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിൽ അവൻ്റെ നെഞ്ചിനെ ആകെ ഉലച്ചിരുന്നു. അവളുടെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. വണ്ടി പാർക്ക് ചെയ്തതും അവൻ ഓടി വീടിനകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത്. സ്റ്റെപ്പുകൾ ഓടിക്കയറി മുകളിലേക്ക് ചെന്നതും ആദ്യം നേരെ ഓടിയിരുന്നു അടച്ചിട്ടിരിക്കുന്ന വിൻഡോയുടെ അരികിലേക്കായിരുന്നു. മുറിയിലെ വെട്ടം ഇടുവാൻ പോലും മഹർഷി മറന്നുപോയിരുന്നു. തൻ്റെ മുറിയിലെ സ്ലൈഡിംഗ് ഗ്ലാസ് വിൻഡോയുടെ പാളി അവൻ ഒരു വശത്തേക്ക് വലിച്ചു തുറന്നു വെച്ചു, ഒട്ടൊരു ആവേശത്തോടെ. പിന്നീട് അതിലൂടെ ദേവികയുടെ കിടപ്പുമുറിയിലേക്ക് എത്തിക്കുത്തി നോക്കി. താൻ ആഗ്രഹിച്ച പോലെ തന്നെ ദേവിക തത്തമ്മയെ കൊണ്ട് മുറിയിലേക്ക് കയറി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായതും അവൻ ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പെട്ടു. കുഞ്ഞിപ്പോഴും കരയുകയാണ്. ദേവിക എന്തൊക്കെയോ പറഞ്ഞവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പുറത്ത് തട്ടിക്കൊടുക്കുന്നുണ്ട്. കവിളിലും നെറ്റിയിലും ഒക്കെ കുറേ ഉമ്മകൾ കൊടുക്കുന്നുണ്ട്. ആദ്യം അതൊക്കെ കണ്ടുകൊണ്ട് നിസ്സഹായതയോടെ അവിടെ തന്നെ നിന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ അവനെ അത്രത്തോളം പൊള്ളിക്കുന്നുണ്ടായിരുന്നു. അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാൻ ഉള്ളം കൊതിച്ചുവെങ്കിലും ദേവിക തന്നെ ഏത് രീതിയിൽ കാണും എന്നുള്ള പേടിയാണ് അവനെ അപ്പോഴും പിന്നിലേക്ക് വലച്ചത്. കുറേ നേരം കഴിഞ്ഞിട്ടും എന്തെന്നറിയില്ല, തത്തമ്മയുടെ കരച്ചിൽ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. അവൾ ദേവികയോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾ ആ കുഞ്ഞിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തൊക്കെയോ മറുപടിയും പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ ദേവികയോടൊപ്പം കട്ടിലിലേക്ക് ചായുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ടപ്പോഴാണ് അവൻ്റെ മനസ്സിന് ഇത്തിരി ആശ്വാസം കിട്ടിയത് തന്നെ. ഒരു ചെറു ചിരിയോടെ ആ മുറിയിലെ കട്ടിലിലേക്ക് അമരുമ്പോൾ വിശപ്പും ദാഹവും പോലും ആദ്യം അറിഞ്ഞിരുന്നില്ല. അത്രമേൽ അവൻ ആ കുഞ്ഞിൽ അടിമപ്പെട്ടു പോയിരുന്നു. കണ്ണുകൾ അടച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ അവൻ്റെ സ്വപ്നത്തിൽ പതിവ് പോലെ തന്നെ അവൻ്റെ തത്തമ്മയും കടന്നു വന്നു. പക്ഷേ പതിവില്ലാത്ത വിധം തത്തമ്മയുടെ കൈയും പിടിച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്ന ദേവികയും കൂടി ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യം. കാത്തിരിക്കൂ. സ്റ്റോറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ.